മലപ്പുറം കരുവാരക്കുണ്ടിൽ ജനരോഷം അണപൊട്ടിയതോടെ കാളികാവിലെ നരഭോജി കടുവയെ കാട്ടിലേക്ക് തുറന്നുവിടില്ലെന്ന് വനംവകുപ്പിന്റെ ഉറപ്പ്. കടുവയെ തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റാൻ തീരുമാനമായി. ഇന്ന് രാവിലെയാണ് 2 മാസം വനംവകുപ്പിനെ ചുറ്റിച്ച കടുവ സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. ശാന്തകുമാർ വള്ളാലത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശാന്തകുമാർ, ഒടുവിൽ കടുവ കുടുങ്ങി, അതിനെ ഇപ്പോൾ തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റാൻ തീരുമാനമായിരിക്കുന്നു. നോക്കൂ, ഒരു മനുഷ്യനെ പച്ചയോടെ കടിച്ചു തിന്ന കടുവയാണ്. പിന്നീട് ആ പ്രദേശത്ത് മുഴുവൻ ഭീതി പടർത്തിയിരുന്ന ഒരു കടുവയാണ്. അതിനെ വീണ്ടും കാട്ടിലേക്ക് തുറന്നു വിടുന്നത് തീർച്ചയായും തിരിച്ച് മനുഷ്യമാംസം തേടി എത്തും നാട്ടിലേക്ക് എന്ന ജനങ്ങളുടെ ഭയത്തിന് അടിസ്ഥാനത്തിലാണ് കാട്ടിലേക്ക് തുറന്നു വിടരുത് എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് നാട്ടുകാർ എത്തിച്ചേർന്നത്. ഇപ്പോൾ തൃശ്ശൂർ മൃഗശാലയിലേക്ക് മാറ്റിയോ, അല്ലെങ്കിൽ ആ ലോറി അവിടുന്ന് പുറപ്പെട്ടോ ശാന്തകുമാർ? സുൽത്താന എസ്റ്റേറ്റിലാണ് ഇന്ന് രാവിലെയാണ് ഈ കടുവ കുടുങ്ങുന്നത്. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ തന്നെയാണ് കടുവ കുടുങ്ങുകയും ചെയ്തത്. ഏറെ പ്രതിഷേധമുണ്ടായിരുന്നു. കാരണം ഈ കടുവയെ കൂട്ടിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യവും ഉണ്ടായിരുന്നത്. കാരണം ഒരു മനുഷ്യനെ കൊന്ന കടുവയാണ്, അത് ഇനിയും മനുഷ്യനെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഇത്തരം കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് ഏറെ ഭീതിയും ഭയപ്പാടും ഉണ്ടാക്കിയിരുന്നു. ഭീതിയോട് കൂടി തന്നെയായിരുന്നു കഴിഞ്ഞ 2 മാസത്തിലധികമായി ഈ കരുവാരക്കുണ്ടും കാളികാവ് മേഖലയിലെ ജനങ്ങൾ താമസിക്കുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് ഇന്ന് ഈ കടുവ കുടുങ്ങുന്നത്. പക്ഷേ ഈ കടുവയെ വനത്തിൽ തന്നെ തുറന്നുവിടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ജനങ്ങളുടെ, നാട്ടുകാരുടെ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ തോതിൽ പ്രതിഷേധവും ഉയർന്നത്. പക്ഷേ 13 വയസ്സുള്ള ഒരു പെൺകടുവയാണ് ഇത് എന്ന് വനംവകുപ്പ് നേരത്തെ സ്ഥിരീകരിച്ചതാണ്. അത് ആ കടുവ തന്നെയാണ് ഗഫൂറിനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഗഫൂറിനെ കൊലപ്പെടുത്തിയ കടുവ തന്നെയാണ് ഇപ്പോൾ ഈ കൂട്ടിൽ അകപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രായമുള്ള കടുവയാണ്. ഈ കടുവയെ കുറച്ച് പ്രായമായതുകൊണ്ട് തന്നെ അതിനെ വനത്തിനകത്ത് തുറന്നു വിടുന്നത് അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത് സാധ്യമല്ല എന്നുള്ള നിലപാട് തന്നെയാണ് വനംവകുപ്പുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ മൃഗശാലയിലേക്ക് മാറ്റുമെന്നുള്ള ഉറപ്പ് ജനങ്ങൾക്ക് ലഭിച്ചു, നാട്ടുകാർക്ക് ലഭിച്ചു. അതാണ് ആ പ്രതിഷേധം അവസാനിക്കാൻ ഒരു കാരണമായത്. ഇപ്പോൾ ഈ കൂട്ടിൽ അകപ്പെട്ടതിന് ശേഷം കടുവയ്ക്ക് മുഖത്തും കൈക്കും വലിയ തോതിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിനുള്ളിൽ അത് പരാക്രമം കാണിച്ചതിന്റെ ഭാഗമായിരുന്നു പരിക്ക് പറ്റിയത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും അതിനെ മൃഗശാലയിലേക്ക് മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക. അതിനുവേണ്ടി ഇപ്പോൾ വനംവകുപ്പിന് ഇതിനെ അമരമ്പലത്തിലുള്ള ഒരു ക്യാമ്പിലേക്കാണ് ഇപ്പോൾ കടുവയെ കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ നിന്ന് വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം കടുവയെ അതിന്റെ ആരോഗ്യനില കൂടി പരിശോധിച്ചും ആരോഗ്യം വിലയിരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും മൃഗശാലയിലേക്ക് മാറ്റുക. എന്തായാലും വനത്തിൽ തുറന്നുവിടില്ല എന്നുള്ള ഉറപ്പ് ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഉറപ്പ് പാലിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ജനങ്ങൾക്കുമുള്ളത്. പിന്നിൽ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധിച്ചിരിക്കുന്നു. ശാന്തകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പ്രായമുള്ള കടുവയാണ്, വയസ്സായിട്ടുള്ള കടുവയാണ്. അതുകൊണ്ട് തന്നെ അതിനെ വനത്തിലേക്ക് തുറന്നു വിട്ടാൽ സ്വാഭാവികമായും മറ്റു കടുവകളോട് ഏറ്റുമുട്ടാനോ വന്യമൃഗങ്ങളെ ഓടിച്ചിട്ട് ഇര തേടാനോ സാധിക്കാതെ വരും. അപ്പോൾ സ്വാഭാവികമായും നാട്ടിലേക്ക് വീണ്ടും ഇറങ്ങുകയും മനുഷ്യർ വളർത്തുന്ന മൃഗങ്ങളെയോ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് കാട്ടിലേക്ക് തുറന്നു വിടരുതെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വനംവകുപ്പ് അതിപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്.